ഗൈസ് ഇന്ന് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുക്കുന്ന കിട്ടിലൻ പ്രീമിയം മെഴ്സിഡസ് ബെൻസിൻ്റെ C220 ആണ്. വണ്ടി എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് ബ്ലൂ എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാട്ടത്. അതും അന്ന് ഇറങ്ങണ അതേ കണ്ടീഷനിൽ തന്നെയാണ് ഈ വണ്ടി ഇന്നും അവർ യൂസ് ചെയ്യണം. ഒറിജിനൽ കേരള വണ്ടി, ഓൾമോസ്റ്റ് 80% ടയർ ബട്ടൺ വരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രണ്ടിലേക്ക് വരാണെങ്കിൽ തന്നെ ഭയങ്കര കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഈ ക്രോം ഫിനിഷും കാര്യങ്ങളും ഹെഡ്ലൈറ്റൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ വണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മറ്റേ വാട്ടർ ഫ്ലൂയിഡ് ഹെഡ്ലൈറ്റിൻ്റെ ഇതിലേക്ക് വരുന്ന കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെൻറ്റ് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് വന്നിട്ടില്ല. വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത്. വണ്ടിയിലേക്ക് ഒന്ന് ചായർന്ന് കാണിച്ചോ. വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മെയിൻറ്റെയിൻസ് അത്രയും പക്ക ഫാമിലി യൂസ്ഡാണ്. നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഫാമിലി യൂസ്ഡ് വണ്ടികൾ മാത്രമാണ് കൊണ്ടുവരുന്നത്. ഡീലർമാരുടെ വണ്ടികൾ, കച്ചവടക്കാരുടെ വണ്ടികൾ നമ്മൾ കൊണ്ടുവരൽ കുറവാണ്. എപ്പോഴും നമ്മൾ ഫാമിലി യൂസ്ഡ് വണ്ടികൾ ഫോക്കസ് ചെയ്യണതിൻ്റെ കാരണം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ജെനുവിനിറ്റി അല്ലെങ്കിൽ വേറെ മാർജിൻ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് സെയിൽ നടക്കുമ്പോൾ മാത്രം നമുക്ക് ചെറിയൊരു പെർസെൻറ്റേജ് തരിക എന്നുള്ളതാണ് വണ്ടിയുടെ ഓണറും. നിങ്ങൾ വണ്ടി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെറുതായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിൻ്റെ RC ഓണറുമായിട്ട് സംസാരിക്കാൻ പറ്റും. 1 lakh കിലോമീറ്ററാണ് ഈ വണ്ടി ഏകദേശം ഓടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് സർവീസ് ആണെങ്കിൽ ടൈം ടു ടൈം സർവീസ് ചെയ്യുന്നതാണ്. ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയർ വശങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇൻറ്റീരിയറിലേക്ക് വരാണെന്നുണ്ടെങ്കിലും വണ്ടി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ അവർ യൂസ് ചെയ്യണത്. അതിൻ്റെ എല്ലാ ഇലക്ട്രിക്കൽ സാധനങ്ങളും കൃത്യമായിട്ട് വർക്കിംഗ് ആണ്. ഇൻറ്റീരിയർ സീറ്റ് കവർ ആയാലും നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവേണ്ട അതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഞാനത് ജസ്റ്റ് ഒന്ന് ഇതിൽ കയറി യാത്ര ചെയ്തപ്പോഴും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ്. അതായത് ഒരു എന്താ പറയുക, ഒരു 2 year 3 year ഒക്കെ പഴക്കമുള്ള C ക്ലാസ്സിൽ കയറിയാൽ എത്ര ക്ലീൻ ആയിരിക്കും, അത്ര നീറ്റിലാണ് വണ്ടി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ അത്രയും പക്ക ഫ്രഷ് ആൻഡ് നീറ്റായിട്ട് തന്നെ കിടക്കുന്നത്. ടയർ കണ്ടീഷൻ ഒന്ന് കാണിച്ചു കൊടുത്തോ. ടയർ കണ്ടീഷൻ ആയാലും ഓൾമോസ്റ്റ് ഇപ്പോൾ ഇതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓൾമോസ്റ്റ് ഒരു 80% മേലെ ടയർ കണ്ടീഷനുണ്ട്. ഇനി ബാക്ക് സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിലും ഇവിടെ C220 ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാണ്. 4100 നമ്പർ വരുന്നത്. ഇവിടെ CD എന്നുള്ള ബാഡ്ജിങ്. ഇപ്പോൾ ലൈറ്റും ബോഡി ഷേപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വേറെ ഇപ്പോൾ പൊട്ടിയിട്ടിട്ട് വണ്ടിയുമ്പോൾ പെയിൻറ്റ് ചെയ്യോ കാര്യങ്ങളോ ഒന്നും അധികം വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഈ ഒരു ഇവിടെയാണ് ഞാൻ പറഞ്ഞ ബ്ലൂ എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാഗ് ലൈൻ കൊടുത്തിട്ടുള്ളത്. വണ്ടി ലിമിറ്റഡ് എഡിഷൻ ആയതുകൊണ്ട് മുകളിൽ പാനോരമിക് സൺറൂഫും അവൈലബിൾ ആണ്. സോ ഈ വാഹനം താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും വിളിക്കുക. ഇതേപോലെയുള്ള ഫാമിലി യൂസ്ഡ് വണ്ടികളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലും റൈവറാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫാമിലി യൂസ്ഡ് വണ്ടികൾ താല്പര്യമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരു വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള റേറ്റിൽ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്ത് ഇതിൻ്റെ ഓണറുമായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. സോ 1 lakh കിലോമീറ്റർ ഓടിയ ഒറിജിനൽ കേരള കിട്ടില്ല മെഴ്സിഡസ് ബെൻസ്. സോ ഇതുപോലെയുള്ള ഫാമിലി യൂസ്ഡ് വണ്ടികൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ എത്രയും സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക.